എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ അറിവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലാമിയേസിയ കുടുംബത്തിൽപ്പെട്ട പാചകങ്ങൾക്കും ഔഷധ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വലിയ തുളസി എന്ന് അറിയപ്പെടുന്ന ബേസിൽ. ഇതിൻ്റെ ഇലകൾ ഉണക്കി തരിതരിപ്പായി പൊടിച്ച് കസൂരി മേത്തി പോലെ, ഒരിഗാനോ പോലെ കറികൾക്കായി ഉപയോഗിച്ചു വരുന്നു. പച്ചയായിരിക്കുന്ന ഇളയ ഇലകൾ സാലഡിൽ ഉൾപ്പെടുത്തുന്നു. ഇതിൻ്റെ വിത്തുകളാണ് കസ്കസ് എന്ന പേരിൽ ശീതള പാനീയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഒസിമം ബസിലിക്കം എന്നാണ്. അറബികൾ ഇതിനെ റൈഹാൻ എന്ന് പേര് പറയുന്നു. അവരുടെ വീടുകളിൽ സായാഹ്നങ്ങളിൽ സുഗന്ധത്തിനായി ഇത് ഉപയോഗിക്കുന്നു. ഇത് വീടുകളിൽ ഇൻഡോർ പ്ലാന്റുകളായും ഔട്ട്ഡോർ പ്ലാന്റുകളായും വളർത്തുന്നുണ്ട്. ഇതിൽ 0.6 ഗ്രാം കൊഴുപ്പ്, പൂരിത കൊഴുപ്പ് 0, കൊളസ്ട്രോൾ 0, സോഡിയം 4 മില്ലിഗ്രാം, പൊട്ടാസ്യം 295 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ പ്രതിദിന മൂല്യത്തിൻ്റെ 8%, കാർബോഹൈഡ്രേറ്റ് 2.7 ഗ്രാം, ഡയറ്ററി ഫൈബർ 1.6 ഗ്രാം, പ്രതിദിന മൂല്യത്തിൻ്റെ 6% എന്നർത്ഥം, പഞ്ചസാര 0.3 ഗ്രാം, പ്രോട്ടീൻ 3.2 ഗ്രാം, വിറ്റാമിൻ സി, കാൽസ്യം 17%, വിറ്റാമിൻ ഡി 17%. ഇത് വയറുവേദന, വിശപ്പില്ലായ്മ, കുടൽവാതം, വൃക്കകളുടെ അവസ്ഥ, ദ്രവകം നിലനിർത്തൽ, ജലദോഷം, കരിമ്പാറ, അണുബാധ, ഇഴജന്തുക്കളുടെയും പ്രാണികളുടെയും കടിയേറ്റാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള ചികിത്സാ പരിഹാരവുമാണ്. ഇന്ത്യയിൽ സർവ്വസാധാരണയായി ഉപയോഗിച്ചു വരുന്നത് കൃഷ്ണ തുളസിയാണ്. കൃഷ്ണ തുളസി ചെറിയ ഇലകളും പർപ്പിൾ നിറവുമാണ്. ബേസിൽ എന്ന വലിയ തുളസി പച്ച നിറവും കുറച്ചുകൂടി വലിയ ഇലകളും ഉള്ളതാണ്. കൃഷ്ണതുളസി ഇന്ത്യയുടെ അടിസ്ഥാന ഔഷധ സസ്യം കൂടിയാണ്. ഇതിനെ ഹോളി ബേസിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ 2 തരത്തിലുള്ള ബേസിൽ ഇലകളിലും സ്വാഭാവികമായും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളാലും ഫൈറ്റോ കെമിക്കലുകളാലും സമ്പന്നമാണ്. ഇത് മൊത്തത്തിലുള്ള ആരോഗ്യവും ഉന്മേഷവും വർദ്ധിപ്പിക്കുന്നു. ദിവസവും ചെറിയ അളവിൽ തുളസിയില കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. തുളസിയിലയിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. രക്തസമ്മർദ്ദവും പ്രമേഹ മരുന്നുകളോ കഴിക്കുന്നവർ ദിവസവും തുളസി ചായ കുടിക്കുകയാണെങ്കിൽ ശാന്തമായ ഫലം ഉണ്ടാക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആയുർവേദം അനുസരിച്ച് തുളസി അതിൻ്റെ കഫ ബാലൻസിംഗ് പ്രോപ്പർട്ടി കാരണം ആസ്മ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. റിംഗ് വോം അണുബാധ നിയന്ത്രിക്കുന്നതിന് തുളസി ഉപയോഗപ്രദമാണ്. ദിവസവും തുളസിയില കഴിക്കുകയാണെങ്കിൽ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉള്ളതിനാൽ നിരവധി ആരോഗ്യ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ജലദോഷം, പനി, ആസ്മ, രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗം, മലേറിയ, കരൾ രോഗം, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കൊക്കെ തുളസി ഗുണം ചെയ്യുന്നു. തുളസി ഔഷധങ്ങളുടെ രാജാവാണ്. ഇത് പുതിനയുടെ ഒരു കുടുംബക്കാരനും കൂടിയാണ്. അലങ്കാരം, ഔഷധം, ഭക്ഷണം എന്നീ നിലയ്ക്ക് ഇവർ മികച്ചവരാണ്. 5000-ലേറെ വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി പകരാൻ ഇവർ സഹായിക്കുന്നു. ബേസിലിലെ യൂജിനോളിൻ കാൽസ്യം ചാനലുകളെ തടയാൻ കഴിയും. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതിലെ അവശ്യ എണ്ണ നിങ്ങളുടെ കൊളസ്ട്രോളും ഗ്ലിസറൈഡുകളും കുറയ്ക്കാൻ സഹായിക്കും. ബേസിലിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പേശികളെയും രക്തക്കുഴലുകളെയും വിശ്രമിക്കാൻ അനുവദിച്ചുകൊണ്ട് നിങ്ങളുടെ രക്തയോട്ടം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വീക്കം കുറയ്ക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ അലങ്കാരം, ഔഷധം, ഭക്ഷണം. ഭക്ഷണത്തിൽ സൂപ്പുകൾ, വിവിധതരം പാസ്തകൾ, സലാഡുകൾ തുടങ്ങി വിവിധ വിഭവങ്ങൾ അലങ്കരിക്കാനും സ്വാദിനും ബേസിൽ ഇലകൾ ഉപയോഗിക്കുന്നു. ഇത് സോസുകളിലേക്ക് ചേർക്കുന്നു. പല പാസ്ത സോസുകളിലും ബേസിൽ ഒരു ജനപ്രിയ താരമാണ്. എന്നാൽ ബേസിൽ പച്ചയായി ഉപയോഗിച്ചാൽ കയ്പ്പ് രസം അനുഭവപ്പെടുന്നു.
ബേസിൽ ഇലകൾ ഉണക്കുകയോ വേവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവയിലെ അവശ്യ ധാതുക്കളായ വിറ്റാമിനുകൾ എ, സി, കെ എന്നിവയുടെ തനതായ പൂർണ്ണ പോഷണം ലഭിക്കാതെ വരുന്നതിനാൽ എപ്പോഴും പച്ചയായി ഉപയോഗിക്കുന്നതാണ് മികച്ച ആരോഗ്യ ഗുണം നൽകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ തുളസി പൾപ്പിൾ നിറവും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന വലിയ തുളസി പച്ച നിറവുമാണ്. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ, മുഖക്കുരു തടയൽ. മുഖക്കുരു ഒരു മികച്ച ശുദ്ധീകരണം കൂടിയാണ്, കാരണം ഇതിൽ പ്രകൃതിദത്ത എണ്ണകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രകൃതിദത്ത ശുദ്ധീകരണവുമായി പ്രവർത്തിക്കാൻ അധിക എണ്ണകളും മാലിന്യങ്ങളും നീക്കം ചെയ്യാനും സഹായിക്കുന്നു. ഇത് മുഖക്കുരു കൊണ്ടുണ്ടാകുന്ന ചർമ്മവീക്കം, വേദന എന്നിവയൊക്കെ ശമിപ്പിക്കുകയും ശാന്തമാക്കുകയും ചെയ്യുന്നു. വീണ്ടും പുതിയ അറിവുകൾക്കായി സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള നമ്മുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് സഹായകമാകുന്നത്. അപ്പോൾ മറ്റൊരു വിഷയമായി എത്തിച്ചേരേക്കും വരേക്കും വിടை பெற்றுக்கொள்கிறேன். நன்றி.